നന്ദു, ഇവിടെ പ്രതിപക്ഷ ആരോപണങ്ങൾക്കൊന്നും വില കൽപ്പിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അയച്ച പ്രതിനിധി സംഘത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. ശശി തരൂരിനെ ഉൾപ്പെടുത്തി കോൺഗ്രസിൽ പാളയത്തിൽ പടയൊക്കെ ഉണ്ടായത് വേറൊരു പക്ഷം. പക്ഷേ എല്ലാവരും ഒരുമിച്ചാണ്, പ്രതിപക്ഷ ഭേദമില്ല, ഇവിടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ട് എല്ലാവരുമാണ് എന്നൊരു സൂചന കൂടി മോദി സർക്കാർ നൽകുന്നുണ്ടല്ലേ? അല്ല, അതിനകത്ത് പ്രധാനമായും കഴിഞ്ഞ 11 വർഷത്തെ നരേന്ദ്രമോദിജിയുടെ സർക്കാരിൻ്റെ ഒരു ഭരണത്തെ നിങ്ങളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനം രാഷ്ട്രമാണ്. രാഷ്ട്രത്തിനപ്പുറത്ത് മറ്റൊന്നിനോടും കമ്മിറ്റ്മെൻറ്റ്, മറ്റൊന്നും നമ്മുടെ വിഷയമല്ല. രാഷ്ട്രത്തിനെ ബാധിക്കുന്ന ഏത് വിഷയം ഉണ്ടെങ്കിലും ആ വിഷയത്തിൽ നമുക്ക് ഒറ്റ സ്റ്റാൻഡാണ്, അത് രാഷ്ട്രത്തിൻ്റെ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോയത്. എനിക്ക് വളരെ ഇപ്പോൾ നമ്മൾ ഈ 11ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ ഞാനൊരു BJPയുടെ പ്രവർത്തനമാണ്. എനിക്ക് സ്വാഭാവികമായിട്ടൊരു അഭിമാനമുണ്ടാവും, എനിക്കൊരു സന്തോഷമുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അതിൽ ആഹ്ലാദിക്കുന്നതിൽ ഒരു വലിയ അർത്ഥമൊന്നും കാണേണ്ടതില്ല. കാരണം ഞാൻ ആ പ്രസ്ഥാനത്തെ, ആ ആശയത്തെ, ആ ആദർശത്തെ നെഞ്ചോട് ചേർക്കുന്നവനാണ്. മറിച്ച് നമുക്ക് മറ്റേതെങ്കിലും ഒരു സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ എല്ലാ രാജ്യങ്ങളിലും അവർ ആദ്യം തൊട്ട് പറഞ്ഞു തുടങ്ങുന്നത് 2014 ശേഷം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള റിഫോംസിനെ കുറിച്ചാണ്, ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രിയ സുലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതുപോലെ തന്നെ DMKയുടെ കനിമൊഴി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതുപോലെ നമ്മുടെ TMCയുടെ പ്രതിനിധി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് പ്രധാനപ്പെട്ട ശശി തരൂർ മാത്രമാണ് സത്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ അതിനപ്പുറത്ത് എന്നും കൊമ്പ് കോർക്കുന്ന, അല്ലെങ്കിൽ എന്നും സഭയ്ക്കകത്ത് കൊമ്പ് കോർക്കുന്ന പല നേതാക്കന്മാരും, പ്രതിപക്ഷ പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും കൃത്യമായി രാജ്യത്തിൻ്റെ നിലപാട് പറയുമ്പോൾ അവർക്ക് പറയാൻ, അഭിമാനത്തോടു കൂടി പറയാൻ, പ്രസൻറ്റ് ചെയ്യാൻ, ഈ രാജ്യത്തെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ 10-11 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുള്ള ഭരണമാണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവരും കളക്റ്റീവായി പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേഷൻ്റെ ഇൻട്രസ്റ്റ്, അതായത് രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചു. 2, നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വാക്കുകളിലൂടെ പറയുകയല്ല, അത് ഗ്രൗണ്ടിലിറങ്ങി പ്രാവർത്തികമായി ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ ആ പദ്ധതി ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ കൈകളിലേക്ക്, ഏറ്റവും സാധാരണക്കാരൻ്റെ കൈവശം അവന് പ്രാപ്യമാവുന്ന രീതിയിൽ, അവന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന രീതിയിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി. ആ ജോലി കൃത്യമായി നിർവഹിച്ച സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ 20% മാത്രമായി നമ്മുടെ പോവർട്ടി ലെവൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്ത് എല്ലാ മേഖലകളും ഞാൻ നേരത്തെ ഒക്കെ വിശദീകരിച്ചാണ്, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ നമ്മൾ നോക്കേണ്ടത് ഒരു റോഡ് ട്രാൻസ്പോർട്ട് രംഗത്ത് മാത്രമല്ല, റെയിൽ ട്രാൻസ്പോർട്ട് രംഗത്ത് മാത്രമല്ല, നമ്മുടെ എയർ കണക്ടിവിറ്റി രംഗത്ത് മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളാണോ രാജ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, രാജ്യത്തിന് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ എനർജി സോഴ്സസും, എല്ലാ റിഫോംസും, എല്ലാ റിസോഴ്സസും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറ്. ഒരു കാര്യത്തിനോടും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കമൻറ്റ്, നമ്മൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ മുഖ്യമന്ത്രി പറയുകയാണ്, എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിനോട് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം എൻ്റെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയവും കാണാതെ ഇവിടെ ഇത്തരത്തിലുള്ള വലിയ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. പറഞ്ഞത് BJPയുടെ ഒരു നേതാവല്ല, BJPയുടെ ഒരു മുഖ്യമന്ത്രിയല്ല, ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമർ അബ്ദുള്ളയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആയാലും ഭരണപക്ഷ പാർട്ടികളുടെ ആയാലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയുടെ സ്വത്താണ്. ഈ രാഷ്ട്രം ഒന്നാണ്. ഈ രാഷ്ട്രത്തിൻ്റെ പല തരത്തിലുള്ള, നമുക്ക് വൈവിധ്യമാർന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഇതിനെല്ലാം അപ്പുറം നമ്മുടെ രാഷ്ട്രം ഒന്നാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 11 വർഷത്തെ നേട്ടമായി ഞാൻ കാണുന്നത്. ഇനി ഞാൻ ഒരൊറ്റ പോയിന്റ്, നമ്മളിവിടെ സ്ത്രീ സമത്വത്തെക്കുറിച്ചാണ് ഏറ്റവും അധികം സംസാരിക്കുന്നത്. നമ്മൾ കേരളത്തിലായാലും അതുപോലെ തന്നെ ഗ്ലോബലി ആയാലും നമ്മുടെ ഭാരതം ഒട്ടാകെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ചോദിക്കട്ടെ, 77 കോടി സാനിറ്ററി നാപ്കിൻ ഒരു രാജ്യത്ത് 1 രൂപയ്ക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാരിന് തീരുമാനിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ 70 വർഷക്കാലം അല്ലെങ്കിൽ 60-68 വർഷക്കാലം ഒരു സർക്കാർ സംവിധാനം ഈ സ്ത്രീകളെ പറ്റി ഇത്രയും പോയിന്റഡായി, ഞാൻ പറയുന്നത് സ്ത്രീകളെക്കുറിച്ച് ഒരു വലിയ രീതിയിൽ വലിയ ക്യാൻവാസിൽ ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ ഏറ്റവും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഉൾപ്പെടെ
അവരുടെ ഒരു 7 ദിവസത്തെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഒരു സർക്കാരും ഒരു പ്രധാനമന്ത്രിയും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നിങ്ങൾ പറയുന്നില്ല, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നില്ലേ EVM-കൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. സത്യത്തിൽ EVM-കളല്ല ഹാക്ക് ചെയ്യപ്പെടുന്നത്. നരേന്ദ്രമോദിയുടെ വികസനം എല്ലാ മേഖലകളിലേക്കും സ്പർശിക്കപ്പെടുമ്പോൾ, നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ എല്ലാ സെക്ടറുകളിലേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടുത്തെ സാധാരണപ്പെട്ട അമ്മമാരുടെ, സഹോദരിമാരുടെ, ഇവിടുത്തെ പാവപ്പെട്ട കർഷകരുടെ, ഇവിടുത്തെ തൊഴിൽ ദാതാക്കളായി മാറാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ ഒക്കെ പ്രതീക്ഷകളുടെ മനസ്സിനെയാണ് നമ്മൾ ഹാക്ക് ചെയ്യുന്നത്, BJP ഹാക്ക് ചെയ്യുന്നത്, നരേന്ദ്രമോദി ഹാക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളിടത്താണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയം. ഒരു കാര്യം ഞാൻ വളരെ കാര്യമായി തന്നെ ഈ സമൂഹത്തിന്റെ മുൻപാകെ വെക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളൊന്നും ഒറ്റയ്ക്ക് കൈവരിച്ചതല്ല. ഈ നേട്ടങ്ങളെല്ലാം കളക്റ്റീവാണ്. ഈ നേട്ടങ്ങളിൽ എല്ലായ്പ്പോഴും നമുക്ക് BJPക്ക് വോട്ട് ചെയ്ത ഓരോ സാധാരണക്കാരന്റെയും വിജയമാണ്. കഴിഞ്ഞ 11 വർഷം നരേന്ദ്രമോദി ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം. നരേന്ദ്രമോദി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വോട്ടിന് രാജ്യത്തെ ആകെ മാറ്റാൻ സാധിക്കും. അത് കഴിഞ്ഞ 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി ചെയ്തു കാണിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭരണ നേട്ടമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി.